നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷാണ്. 30 വർഷത്തോളമായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, RSSൽ നിന്ന് തുടക്കം കുറിച്ച് വളരെ അറിവും വിജ്ഞാനവും പരിജ്ഞാനവും അനുഭവ സമ്പത്തും ഒക്കെയുള്ള ഒരു നേതാവ്. ഇപ്പൊ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന ശ്രീലേഖ മാഡം വിയോജിപ്പ് അറിയിച്ചു എന്നാണ്. കൃത്യമായും അവർ പറയുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ വിയോജിപ്പുമില്ല. എനിക്ക് നീരസമോ പരിഭവമോ ഒന്നും തന്നെ ഇല്ല എന്നും, എന്നാൽ എന്നോട് പറഞ്ഞിരുന്നത് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്നാണ്. അവസാന ഘട്ടമെത്തിയപ്പോൾ എന്നെക്കാൾ യോഗ്യനായ ഒരാളെ, രാഷ്ട്രീയത്തിൽ കൂടുതൽ അനുഭവ പരിജ്ഞാനമുള്ള രാജേഷിനെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് മേയറാക്കി എന്നാണ്. ഇതിലെന്താണ് തെറ്റ്? ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അനുഭവജ്ഞാനമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരാളെ മേയറാക്കാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ ക്വാളിറ്റിയാണ്. ഇതിനെ വലിയ എന്തോ സംഭവിച്ചു എന്ന നിലയിലാണ് പല മാധ്യമങ്ങളും ഏറ്റെടുത്ത് സംസാരിക്കുന്നത്. ശ്രീലേഖ മാഡത്തിന്റെ സംസാരത്തിൽ വളരെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ പറയുന്നത് ജെന്യൂനാണ് എന്നുള്ളത്. ഒരു പാർട്ടിയുടെ സംവിധാനം ഏറ്റെടുത്ത് അതിനെ കൃത്യമായി നടപ്പിലാക്കുവാൻ കഴിയുക എന്നത് സത്യത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധ്യമല്ലാത്ത കാര്യമാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ LDFനോട് ചോദിക്കും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. സർവ്വ കുഞ്ഞുകുട്ടികൾക്കും അറിയാം പിണറായി വിജയൻ സഖാവല്ലാതെ CPMൽ മറ്റൊരാൾ മുഖ്യമന്ത്രി ആവില്ല എന്ന്. എങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും, ഞങ്ങൾ നേരത്തെ ആരെയും കാണിച്ച് ആരുടെയും പേര് പറഞ്ഞ് ഇലക്ഷന് നേരിടാറില്ല, ഞങ്ങൾക്ക് അനുസരണയുള്ള പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടി പറയുന്നത് അനുസരിക്കുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, ആരായിരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കും. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രിയായി വരുന്നത് CPMകാർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരാളില്ല എന്നുള്ളത് സത്യം. കോൺഗ്രസിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി നിരവധി പേരാണ് കോട്ടും തെച്ച് തയ്യാറായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ കേരളത്തിൽ എത്തി പ്രസംഗിച്ചത് എനിക്ക് അധികാരങ്ങളിലല്ല താല്പര്യം, ഞാൻ ജനാധിപത്യത്തെ ബലപ്പെടുത്തുവാൻ, UDFനെ ബലപ്പെടുത്തുവാനാണ് എത്തിയിരിക്കുന്നതെന്ന്. ഈ വാർത്ത നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. UDF ആണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിലെ UDF മുഖ്യമന്ത്രി. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കഴിവുകളോ മറ്റ് യാതൊരു വിധ അനുകൂല ഘടകങ്ങളുമല്ല. അങ്ങ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഇത്രയും അടുപ്പമുള്ള ഒരു നേതാവ്. കേരളത്തിൽ സാധ്യതയുള്ള 2 പേർ, രമേശ് ചെന്നിത്തലയും VD സതീശനും, തമ്മിൽ ഒരു തർക്കമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായും സമവായം എന്ന നിലയിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോ കൊടിക്കുന്നിൽ സുരേഷുമുണ്ട് മുഖ്യമന്ത്രിയാവാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നേതൃത്വത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവിടെയൊന്നും പാർട്ടി പറയുന്നതല്ല പ്രധാനം, അവർ തന്നെ തീരുമാനിക്കുന്നതാണ് പ്രധാനം. ഇവിടെ ഇപ്പോൾ ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് വന്ന് മേയറായി രാജേഷ് ഭരണം തുടങ്ങിയതിൽ ആർക്കും ഒരു അതൃപ്തിയുമില്ല. എങ്കിലും ഇങ്ങനെയുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ മാധ്യമത്തിന്റെ ഒരു രീതിയാണ് അത്. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞ മുഴുവൻ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ശരിയാണ്, ഇതെല്ലാവർക്കും തിരുവനന്തപുരത്ത് ചർച്ചയായ കാര്യമാണ്. ശ്രീലേഖ മാഡം അങ്ങനെ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത്. പക്ഷേ ഇത്രയധികം വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് ഇത്രയും നല്ലൊരു പദവി കൊടുക്കുന്നതല്ലേ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ മര്യാദ? അതുതന്നെയാണ് BJP ചെയ്തത്. എന്തായാലും 2 ദിവസം നീണ്ടു നിൽക്കട്ടെ വിവാദമാകാത്ത ഇത്തരം വിവാദ ചർച്ചകൾ.